ഇപ്പോൾ ഉള്ളത് കൊട്ടിയൂർ അമ്പലത്തിലാണ്. അമ്പലത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമാണ് അമ്പലം തുറക്കുള്ളൂ. അമ്പലമൊന്നും അമ്പലത്തിലൊന്നും തോന്നിട്ടില്ല. നല്ല മഴയാണ്. ഇതാ ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് കൊട്ടേരിക്കാവും. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചാണ് കേട്ടോ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നതല്ല, പറശ്ശിനിക്കടവ് പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടേക്ക് വരാനുള്ള ഭാഗ്യം ലഭിച്ചു. അവിടെയാണ് കൊട്ടേരിക്കാവ്. മണിത്തറയിലേക്ക് ദർശനത്തിലുള്ള ക്യൂ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് സുഖമായിട്ട് തൊഴാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. വരുന്ന വഴിക്ക് തന്നെ ഇവിടെ വഴിപാട് കൗണ്ടറുണ്ട്. അപ്പോൾ വഴിപാട് കഴിപ്പിക്കേണ്ടവർക്ക് വഴിപാട് കഴിപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കാം. പുഴയൊക്കെ നല്ല കുത്തിയൊഴുക്കുണ്ട്. പുഴയിലൊന്നും ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ നിൽക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്നവർ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അനുസരിക്കുക. ഇവിടെ പണ്ടത്തെ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം ഓല കൊണ്ടല്ലേ വീടുണ്ടാക്കിയിരുന്നത്. അതേപോലെ ആ ഓല കൊണ്ട് തന്നെ ഇപ്പോഴും വീട് ഉണ്ടാക്കിയിട്ട് ഓരോരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ആണ് ഓരോ കാര്യങ്ങളുള്ളത്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയി. നമുക്ക് ഈ അമ്പലത്തിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ ഒരുപാട് കാലമായി വരണം എന്ന് ആഗ്രഹിച്ചിട്ട്. അങ്ങനെ ഒരു പരിപാടി നടക്കേണ്ടതെന്നും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടേക്ക് അനുമതിയുള്ളൂ എന്നും ഒരു സമയത്ത് മാത്രമേ ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ എന്നും എല്ലാം അറിയാം. ചുറ്റും മലകളാണ്. ആ മലകളുടെ മുകളിൽ കറക്റ്റ് നല്ല കോടം മൂടി കിടക്കുന്നത്. ഇവിടെ ദേവസ്വത്തിൻ്റെ ഓഫീസുണ്ട്. പിന്നെ അപ്പുറത്ത് വഴിപാട് കൗണ്ടറുണ്ട്. വഴിപാട് കഴിപ്പിക്കുന്നവർക്ക് ഇവിടുന്ന് കഴിപ്പിക്കാൻ പറ്റും. കൗണ്ടറിൽ നിന്ന് അപ്പവും പായസമൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകാം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.